മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കന്നുകുട്ടിയെ പരസ്യമായി അറുത്തവർ ദുഷ്ടസന്താനങ്ങൾ. സുഗതകുമാരിയുടെ വരികളാണ്. കേന്ദ്ര സർക്കാരിനെ തോൽപ്പിക്കാൻ പശുക്കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്ന് നടു റോഡിലിട്ട അറുത്ത് കൊന്ന് രസിച്ച യൂത്ത് കോൺഗ്രസുകാർക്ക് കോൺഗ്രസിന്റെ പേര് പറയാൻ അർഹതയില്ലെന്ന് സുഗതകുമാരി. കശാപ്പുകൾ ചെയ്യുന്ന വിദഗ്ധമായ പണി യൂത്ത് കോൺഗ്രസുകാർക്ക് എങ്ങനെ അറിയാം? എത്ര പാടുപെട്ടായിരിക്കും കൊന്നതും ചത്തതും? നിയമലംഘനം മാത്രമല്ല, അത്രയും ക്രൂരവും ബീഭത്സവും നീചവുമാണിത്. ഗാന്ധിനാമം ഉച്ചരിക്കാനും വെളുത്ത ഖദർ ധരിക്കാനും അർഹതയില്ലാത്ത ഇവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. കർശന നിയമ നടപടികൾ സ്വീകരിക്കണം. സുഗതകുമാരി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തോട് പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട്. നിയമത്തിന്റെ വഴികള്, സമരത്തിന്റെ സത്യാഗ്രഹത്തിന്റെ വഴികള്, അതിനു പകരം ഇവർ തെരഞ്ഞെടുത്തത് പിശാചിന്റെ വഴികളാണ്. താൻ ഈ ദുഷ്ടസന്താനങ്ങളെ അമ്മമാരെ ചൊല്ലി ദുഃഖിക്കുന്നു എന്ന് സുഗതകുമാരി പറഞ്ഞു. ഇനി ഇതിനോട് ചേർത്ത് ഒരു ചിത്രവും കൂടി ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ഗംഭീരമായിട്ടുള്ള ചിത്രം. ഇത് നിങ്ങൾ കാണണം. ഒരു 8 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ വായില്, ആ കുട്ടിയുടെ അച്ഛന്റെ സാന്നിധ്യത്തില് മുത്തച്ഛൻ, ഒന്നുകൂടി കാണിക്കാം. മുത്തച്ഛൻ ആ കുട്ടിയുടെ വായില്, 8 മാസം പ്രായമുള്ള കുട്ടിയുടെ വായില് ബീഫ് വെച്ചു കൊടുക്കുന്നതാണ് ചിത്രം. ഇനി ഞാനതൊന്ന് വായിക്കാം. 8 മാസം പ്രായമുള്ള കുഞ്ഞിന് ബീഫ് നൽകി CPM നേതാക്കൾ. ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും ബ്രാഞ്ച് സെക്രട്ടറിയുടെയും നടപടി വലിയ വിവാദത്തിലേക്ക്. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന് ബീഫ് നൽകി രാഷ്ട്രീയം കളിച്ചതിനെതിരെ ഉയരുന്നത് വൻ പ്രതിഷേധം. അതിന്റെ ചുവട്ടില് കോതമംഗലം കേന്ദ്ര സർക്കാരിന്റെ കശാപ്പ് നിയന്ത്രണത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബീഫ് ഫെസ്റ്റ് നടത്തിയും മറ്റും CPM പ്രതിഷേധം നടക്കുകയാണ് കേരളത്തിലെങ്ങും. കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജുൽ മാക്കുറ്റി പരസ്യമായി മാടിനെ അറുത്തത് വൻ പ്രതിഷേധവുമായി പോലീസ് കേസെടുക്കുകയും നേതാവിന് ദേശീയ നേതൃത്വം ഇടപെട്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിന്റെ കണ്ടിന്യൂ. ഇതിന് പിന്നാലെ ഇന്ന് കൊച്ചു കുഞ്ഞിന് ബീഫ് നൽകി, ബീഫ് രുചിക്കാൻ നൽകിയ CPM നേതാവിന്റെ പ്രവൃത്തിയും വൻ പ്രതിഷേധം ഉയർത്തുകയാണ്. 8 മാസം പ്രായമുള്ള കുഞ്ഞിന് ബീഫ് നൽകിയതാണ് ചർച്ചയാവുന്നത്. CPM കോഴിപ്പള്ളി മുൻ ബ്രാഞ്ച് സെക്രട്ടറി K ശശിയുടെ മകൻ രാരീഷിന്റെ കുഞ്ഞിനാണ് ബീഫ് നൽകിയത്. ഏരിയ കമ്മിറ്റി അംഗമായ MG രാമകൃഷ്ണൻ ആണ് ബീഫ് കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നത് ചിത്രത്തില്. ചടങ്ങിന്റെ ഭാഗമായി യോഗവും സംഘടിപ്പിച്ചിരുന്നു. വാരപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AS ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ബ്രാഞ്ച് സെക്രട്ടറി KK ശിവൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. PRD ഉദ്യോഗസ്ഥനും ഇന്നസെന്റ് MP-യുടെ PA-യുമായ B സേതുനാഥും സംബന്ധിച്ചിരുന്നു. ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ വിഷയം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണിപ്പോൾ. പിഞ്ചു കുഞ്ഞിനെ പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്ന നിലയ്ക്ക് CPM-ന്റെ പ്രതിഷേധം തരം താണു എന്ന വിമർശനങ്ങളും ഉയരുന്നു. ഏതായാലും മുത്തച്ഛന്റെ പ്രായമുള്ള ഒരു വ്യക്തി മകന്റെ 8 മാസം പ്രായമുള്ള ഒരു വ്യക്തിയുടെ 8 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് ബീഫ് കൊടുത്തത് ആ കുഞ്ഞിന്റെ അമ്മ നോക്കിയിരിക്കുകയായിരുന്നു. ആ കുഞ്ഞിന്റെ മുത്തച്ഛി നോക്കിയിരിക്കുകയായിരുന്നു. ആ വീട്ടിലുള്ള സ്ത്രീകൾ ഇത് കണ്ടില്ലേ? കണ്ണൂർ ജില്ലയില് ഇത്രയും അധികം വ്യക്തികളെ കൊല്ലലും ചാകലും നടന്നു. രക്തസാക്ഷികളെ ഉണ്ടാക്കലും രക്തസാക്ഷികളായിത്തീരലും നടന്നപ്പോഴും ഇത്രയും കൊലപാതകങ്ങളിൽ ഒരിടത്തും കേൾക്കാത്ത ഒരു വിഭാഗം ജനതയുണ്ട്. സ്ത്രീകള്, അമ്മമാര്, ഭാര്യമാര്, സഹോദരിമാര്, മകള് അല്ലെങ്കിൽ പെൺമക്കള്. അവർ കൊല്ലാനും നിന്നിട്ടില്ല, ചാവാനും നിന്നിട്ടില്ല. പക്ഷെ കൊല്ലാക്കൊല നടത്താൻ 8 മാസം പ്രായമായ ഈ കുട്ടിയുടെ വായില് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനേക്കാൾ തരം താഴ്ന്ന 4-5 ഹിന്ദു പേരുള്ളവര്
പ്രതിഷേധിക്കാൻ ആ കുട്ടിയുടെ വായില് പശുവിന്റെ ഇറച്ചിയും ചോരയും കൊടുത്തപ്പോൾ സുഗതകുമാരി അടക്കം നമുക്കെല്ലാവർക്കും കൈകൂപ്പി ഭാരതമാതാവിനോടും ജഗദീശ്വരനോടും ഋഷീശ്വരന്മാരോടും പ്രാർത്ഥിക്കാം. ഈ കുട്ടി ഭാവിയിൽ ഈ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നവനോ രക്തസാക്ഷികളായി തീരുന്നവനോ ആയി തീരട്ടെ ജഗദീശ്വര. പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നവനോ രക്തസാക്ഷികളായി തീരുന്നവനോ അതിന്റെ പേരിൽ തുറുങ്കിൽ കിടക്കുന്നവനോ ആയി തീരട്ടെ ജഗദീശ്വര. പ്രണാമം, നമസ്കാരം.